മുംബൈ സിറ്റി എഫ്സിക്കെതിരെ മുംബൈയിൽ പരാജയപ്പെട്ട മത്സരത്തിന്, മുംബൈയിലെ പരാജയത്തിന് അതേ നാണയത്തിൽ കൊച്ചിയിൽ തിരിച്ചടി നൽകാൻ കഴിഞ്ഞു, മധുര പ്രതികാരം നൽകാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടു കൂടി തന്നെ പ്ലേ ഓഫ് യോഗ്യതയില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിടവാങ്ങാം. കൊച്ചിയിൽ നിന്ന് അവസാന ഹോം മത്സരം കളിച്ച് രണ്ടാം പകുതിയിൽ ക്വാമെ പെപ്രയുടെ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയമൊരുക്കിയത്. കളിയുടെ അവസാന സെക്കൻഡിൽ, ഇഞ്ചറി ടൈമിന്റെ അവസാന മിനിറ്റിൽ വിക്രം പ്രതാപിന്റെ ഗോളുറച്ച ഷോട്ട് ഗോൾ ലൈനിൽ തടുത്ത ഈ മിടുക്കൻ വികാസ് യുംനാവിന് കൂടി അവകാശപ്പെട്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേടിയെടുത്ത ഈ അവസാന ഹോം മത്സരത്തിലെ വിജയം. സോ ക്വാമെ പെപ്രയുടെ സീസണിലെ 6ാം ഗോൾ, ഈ മത്സരത്തിലെ വിധി നിർണായകമായ ഗോൾ ബൈ ക്വാമെ പെപ്ര, ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ബീറ്റ് മുംബൈ സിറ്റി ഇൻ ദ ലാസ്റ്റ് ഹോം മാച്ച്. മുഹമ്മദ് ഐമൻ പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ കളിച്ച് വീറോടെ പൊരുതിയ യുവതാരം, മലയാളി താരം ജെസി നമ്പർ 19 മുഹമ്മദ് ഐമൻ ഈ മത്സരത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. സോ പ്ലേ ഓഫിന് യോഗ്യത നേടിയില്ലെങ്കിലും അവസാന മത്സരത്തിൽ മുംബൈ സിറ്റിയെ കൊച്ചിയിൽ തോൽപ്പിച്ചുകൊണ്ട് തല ഉയർത്തി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഈ സീസണിലെ കൊച്ചിയിലെ ഹോം മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നത്. ലീഗിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദിനെതിരെ ഒരു എവേ മത്സരം, 24ാം റൗണ്ടിൽ ഹൈദരാബാദിനെതിരായ എവേ മത്സരം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നുണ്ട് എങ്കിലും ഇതാ കൊച്ചിയിൽ അവസാന ഹോം മത്സരം മുംബൈ സിറ്റിക്കെതിരെ ജയിച്ചുകൊണ്ട് തന്നെയാണ്, ക്ലീൻ ഷീറ്റോടെ 1-0 ക്ലീൻ ഷീറ്റോടെ ജയിച്ചുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയോട് വിട പറയുന്നതും ഈ മത്സരത്തിൽ കൊച്ചിയിലെ മത്സരങ്ങൾക്ക് തിരശ്ശീല താഴ്ത്തുന്നതും. കേരള ബ്ലാസ്റ്റേഴ്സ് ബീറ്റ് മുംബൈ സിറ്റി 1-0. അതുകൊണ്ട് തന്നെ ഉറക്കെ പറയാം, 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വാടുകില്ല, വീടുകില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ പൂവുകൾ.